ഈ സർക്കാർ തന്നെ വീണ്ടും വരും. വരണമെന്നാണ് ഈ സർക്കാർ തന്നെ വീണ്ടും വരണം ഉറപ്പ്. വേറെ ആരും ഭരിക്കാനില്ലല്ലോ, ആരും അതിന് പിടി കൊടുക്കുന്നില്ല. അപ്പൊ തമ്മിലടി പിണറായി വീണ്ടും ഇനി 15 കൊല്ലം ഇടത് സർക്കാർ തന്നെ ഭരിക്കും. BJP ഒരു അക്കൗണ്ട് പോലും ഇനി തുറക്കൂല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. എല്ലാ പാർട്ടികളും അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടു വട്ടമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇനി വീണ്ടും ഒരു പിണറായി സർക്കാരാണോ അല്ലെങ്കിൽ ഒരു ഇടത് സർക്കാരാണോ വരുന്നത് എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. മൂന്നാമതും പിണറായി സർക്കാർ തന്നെ വരണമെന്നാണോ ആഗ്രഹം? എനിക്ക് ധാരണ അതായിരുന്നു. വരാൻ നല്ലതാണ്. കുറെ കാര്യം കൂടെ ചെയ്യാനുണ്ട്. പിണറായി സർക്കാരിന് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അവർ തന്നെ വരണം. ഓക്കെ ഓക്കെ. അങ്ങനെ വരികയാണെങ്കിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി? പിണറായി തന്നെ മതിയോ? അവര് നല്ല പരിചയമുള്ള ഒരുപാട് മൂത്ത നേതാവുമാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അവർ വിചാരിച്ച പല കാര്യങ്ങൾ നടക്കും എന്നാണ്. ശരി. ഈ സർക്കാർ തന്നെ വീണ്ടും വരും. ഈ സർക്കാർ തന്നെ വീണ്ടും വരും. ചേട്ടന്റെ ആഗ്രഹം വരണമെന്നാണോ? വരണമെന്നാണ് ഈ സർക്കാർ തന്നെ വീണ്ടും വരണം ഉറപ്പ്. വരുമെന്നുള്ള കാര്യം അതിന് മാറ്റമൊന്നുമില്ല. ചില ആൾക്കാര് വിരുദ്ധമായി സംസാരിക്കാറുണ്ട്. അത് ഇപ്പൊ ഓരോ ആൾക്കാരുടെ സ്വഭാവ രീതിയാണ് അങ്ങനെ പറയും. ഭരണം മോശമാണെന്ന് കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്തും വേൾഡിലും ഒരു മനുഷ്യന് പറയില്ല. നല്ല ഭരണം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ചിലവരെ ചില വൈരാഗ്യ ബുദ്ധിയോടൊക്കെ പലതൊക്കെ സംസാരിക്കും. ശരി. അഥവാ അങ്ങനെയാണ് വീണ്ടും LDF സർക്കാർ തന്നെയാണ് വരുന്നതെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? എന്നിപ്പോ പറയാൻ പറ്റൂല. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല തീരുമാനം എടുക്കുന്നത്. പാർട്ടി തീരുമാനം അങ്ങനെ വരും. പിന്നെ ആള് തന്നെ വരണമെന്ന് പറയാൻ പറ്റില്ല. ചേട്ടാ, വീണ്ടും പിണറായി സർക്കാർ വരാൻ സാധ്യതയുണ്ടോ? വീണ്ടും വരണം. എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം ഇതെല്ലാം കൂടെ കൊണ്ടാണ് വരുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ബുദ്ധിമുട്ടാണ്. ഗ്രൂപ്പിസം അത് കാണുന്നുണ്ട്. LDF തന്നെയാണ് വീണ്ടും വരാൻ ചാൻസ്. അങ്ങനെ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അത് പറയാൻ പറ്റില്ല. പാർട്ടിയല്ലേ തീരുമാനം. പിണറായി സർക്കാരാണ് വരാൻ ചാൻസ്. 100% പിണറായി സർക്കാർ തന്നെയായിരിക്കും വരുന്നത്. അതെ. കാര്യം എന്താന്ന് വെച്ചാൽ വേറെ ആരും ഭരിക്കാനില്ലല്ലോ. കേരളത്തിന്റെ അവസ്ഥ പോണ പോക്ക് കണ്ടില്ലേ? തമ്മിലടിയും ബഹളവും ആയിട്ടല്ലേ കോൺഗ്രസിലെ അടുത്ത ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള എല്ലാവർക്കും മുഖ്യമന്ത്രി സ്ഥാനത്ത് വരണം. ആരും അതിന് പിടി കൊടുക്കുന്നില്ല. അപ്പൊ തമ്മിലടി പിണറായി സർക്കാർ അതേ വരുള്ളൂ. അതാണ് ഐതിഹ്യം. നമ്മളെ നിലനിൽപ്പും അതാണ്. ഇനി വീണ്ടും പിണറായി സർക്കാർ വരാൻ സാധ്യത ഉണ്ടോ? പിണറായി സർക്കാർ വരുള്ളൂ. എന്തുകൊണ്ടാണ്? കുറച്ച് നല്ല കാര്യങ്ങൾ, വികസന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായി പിണറായി തന്നെ വരണമെന്നാണ് പറയുന്നത്. ആഗ്രഹം. സാധ്യതയും പിണറായി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ആരായിരിക്കും മുഖ്യമന്ത്രി ആവാനുള്ള ഒരു സാധ്യത? കാരണം പിണറായി നമ്മളിപ്പം ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പുള്ളിയുടെ മരുമോനായിക്കൂടെ പുള്ളിക്കാണ് സാധ്യത എന്ന് തോന്നുന്നു. ഗോവിന്ദ മാസ്റ്ററിനും അതെ, സെക്രട്ടറി അല്ലേ, പിന്നെ അങ്ങനെ മന്ത്രിയായതുകൊണ്ട് റിയാസിന് തന്നെയാണ് സാധ്യത. ശരി. വീണ്ടും ഇടത് സർക്കാർ തന്നെ വരാൻ സാധ്യത ഉണ്ടോ? കെ മുരളീധരന് മുഖ്യമന്ത്രിയാവണം, ശശി തരൂരിന് മുഖ്യമന്ത്രിയാണ്, BD സതീഷിന് മുഖ്യമന്ത്രിയാവണം, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണം. ഇത്രയും തമ്മിലടിക്കണ ഒരു സർക്കാർ കോൺഗ്രസോ BJPയോ ഇനി കേരളത്തിൽ 15 കൊല്ലമെങ്കിലും CPM തന്നെ ഭരിക്കുമായിരുന്നു. തമ്മിലടി കാരണം എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. ഇല്ല, കോൺഗ്രസ് അടുത്ത പ്രാവശ്യം അടുത്ത സീറ്റിന്റെ പകുതി പോലും കിട്ടൂല. ഇത്രയും തരണം ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ കിട്ടൂല. ഓഹി വന്ന്, സുനാമി വന്ന്, വെള്ളപ്പൊക്കം വന്ന്, ഇതെല്ലാം വന്നൊരു പാവപ്പെട്ട സർക്കാരാണ് നമ്മൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ കരുണാകരൻ സാറ് ഇപ്പൊ ഭരിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത്രയും തരണം ഉള്ള ഒരു മന്ത്രിയെ ഇനി കിട്ടാൻ, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും തരണം ചെയ്ത പോയ ഒരു കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് VS പോലെ ഇപ്പൊ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ പോലെ കേരളത്തിൽ ആർക്കും കിട്ടാൻ ഇല്ല. ഇത്രയും തരണം ചെയ്ത് എന്തെങ്കിലും വന്നിട്ട് ശരീരം പോലും കൊണ്ട് വിയർക്കാവുന്ന ഒരു കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സാറിനെ പോലെ വേറൊരു മുഖ്യമന്ത്രി കേരളത്തിലില്ല. ഇപ്പം തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ 5 പേര് തമ്മിൽ അടിക്കുകയാണ്. 5 പേരെ പേരും എടുത്തു പറയേണ്ട ആവശ്യം. ഇതൊക്കെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. കെ മുരളീധരൻ മുഖ്യമന്ത്രി. കെ മുരളീധരന് ഒരു KPC പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു, ഒരു MLA സ്ഥാനം ഇല്ലാതെ ഇരുന്നിട്ട് പോലും മന്ത്രി സ്ഥാനം കൊടുത്തു.
പാർട്ടി മാറിപ്പോയി. എന്നിട്ട് ആ പാർട്ടിക്കാർ വീണ്ടും വിളിച്ചു വെച്ചിട്ട് തമ്മിലടിക്കുകയാണ്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കണം. പണ്ടത്തെ തലമുറയല്ല, കൈ കൊണ്ട് കാണിക്കുമ്പോൾ കൈക്ക് കുത്താൻ വേണ്ടിയുള്ള ഒരു സാധനമല്ല. ഒരു അക്കൗണ്ട് BJPക്കുള്ള ഒരു അക്കൗണ്ട് പോലും നിയമത്തിൽ പൊട്ടിച്ചതാണ് CPMന്റെ കഴിവ്. പാവങ്ങളെ കൂടെ നിൽക്കുന്നതാണ് CPM. പക്ഷെ തൃശ്ശൂർ ചെറിയൊരു അടി കിട്ടിയില്ലേ? തൃശ്ശൂർ അടി കിട്ടിയെന്ന് പറയാൻ വേണ്ടി സമുദായ വോട്ടിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. പാവങ്ങൾക്ക് വേണ്ടി മറ്റേ TV ചാനലിലും മറ്റേലും മറിച്ചേലും മറ്റേ കോടീശ്വരനുള്ള പരിപാടിയിൽ വന്നു. അങ്ങനെ വന്ന് തിരിച്ചടിയെന്ന് പറഞ്ഞാൽ ജനങ്ങളെ സമുദായ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഇനി സുരേഷ് ഗോപി സാർ അവിടെ നിന്ന് നോക്കട്ടെ, കിട്ടിയതിന്റെ വോട്ടിന്റെ കാപ്പാവും പോലും കിട്ടില്ല. ഇനി വീണ്ടും ഇടത് സർക്കാർ വരാൻ സാധ്യതയുണ്ടോ? ഇടത് സർക്കാർ വരണമെന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് വരണമെന്ന്? നാട്ടിലെ വികസനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇടത് സർക്കാർ വേണമെന്ന്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ക്യാമറമാൻ അഖിലിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.